الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن عدة الشهور عند الله إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരങ്ങളെ, സർവലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ അവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ആ മതത്തിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ മനുഷ്യർക്ക് ഇറക്കിക്കൊടുത്തത് ലോകത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹുവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾക്ക് പ്രത്യേകമായ പദവികളും സ്ഥാനങ്ങളും മഹത്വങ്ങളും കൽപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി പണി കഴിപ്പിക്കപ്പെടുന്ന പള്ളികളുടെ കൂട്ടത്തിൽ 3 പള്ളികൾക്ക് പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്നും ആ പള്ളികൾക്ക് ഇസ്ലാമിൽ അഭേദവമായ സ്ഥാനമുണ്ട് എന്നും അള്ളാഹു പഠിപ്പിച്ചു തന്നു. അതുപോലെ തന്നെയാണ് ദിവസങ്ങളുടെ കണക്കുകൾ. കൊല്ലത്തിലുള്ള 365 ദിവസങ്ങൾ. ആ 365 ദിവസങ്ങളിൽ ചില ദിവസങ്ങൾക്ക് അള്ളാഹു പ്രത്യേകതകൾ കൽപ്പിച്ചു, ചില ദിവസങ്ങളിൽ അള്ളാഹു പ്രത്യേകമായ ഇബാദത്തുകൾ അനുഷ്ഠിക്കുവാൻ കൽപ്പിച്ചു. ലൈലത്തുൽ ഖദറിന് 1000 മാസത്തെ പ്രാധാന്യം നൽകി. അതുപോലെ തന്നെ തിങ്കളും വ്യാഴവും പ്രവർത്തനങ്ങൾ പടച്ച റബ്ബിങ്കിലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസങ്ങളാക്കിയിട്ട് മാറ്റി. വെള്ളിയാഴ്ച ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാക്കിയിട്ട് അള്ളാഹു മാറ്റി തന്നു. ഇങ്ങനെ
അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മതപരമായ ഒരുപാട് പ്രത്യേകതകളും മതപരമായ ഒരുപാട് സവിശേഷതകളും കൊണ്ട് അനുഗ്രഹമാക്കപ്പെട്ട ദിവസങ്ങളും മാസങ്ങളും സമയങ്ങളും ഒക്കെ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഇസ്ലാമിക ചരിത്രങ്ങളിലും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലും വളരെയേറെ ചരിത്രമർഹിക്കുന്ന വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു മാസത്തിൻ്റെ പടിവാതിൽക്കലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ദുൽഹിജ്ജ മാസം. നമുക്കറിയാം, നാളെ ദുൽഹിജ്ജ 1 നമ്മുടെ നാട്ടിൽ. അള്ളാഹു വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്ത് തൗബയുടെ 36-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചു തന്നു, ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പടച്ച റബ്ബിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12. ഫീ കിതാബില്ല, അള്ളാഹുവിന്റെ അടുക്കലുള്ള ഏടുകളിൽ ആ 12 മാസങ്ങളെ കൃത്യമായി അള്ളാഹു വിവരിച്ചു. എന്നിട്ട് അള്ളാഹു പറയാ, യൗമ ഖലഖസ് സമാവാതി വൽ അർള്, ആകാശ ഭൂമികളെ സൃഷ്ടിച്ച അന്ന് തൊട്ടേ അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, മിൻഹ അർബഅത്തുൻ ഹുറുമുൻ, ആ 12 മാസങ്ങളിൽ 4 പവിത്രമായ മാസങ്ങളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മാസങ്ങളെ, അതല്ലെങ്കിൽ ഈ ആയത്തിന്റെ വിശദീകരണം എന്നോണം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഇന്ന സമാന ഖദ് ഇസ്തദാറ കഹൈഹതിഹി യൗമ ഖലഖസ് സമാവാതി വൽ അർള്, ആകാശങ്ങളും അതുപോലെ തന്നെ ഭൂമിയെയും പടച്ച അന്നു മുതൽ ഓരോ രൂപത്തിലും കാലം, അതിന് നിശ്ചയിക്കപ്പെട്ട രൂപത്തിൽ കാലം അതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സനത്തു 12 ശഹ്റൻ, ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസങ്ങളാണ്. ആ 12 മാസങ്ങളിൽ മിൻഹ അർബഅത്തുൻ ഹുറുമുൻ, ആ 12 മാസങ്ങളിൽ 4 മാസങ്ങൾ ഇസ്ലാമികപരമായി മതപരമായി വിശ്വാസികൾക്ക് പ്രാധാന്യമുള്ളതാണ്, വളരെയേറെ മഹത്വമുള്ളതാണ്. സലാസത്തുൻ മുതവാലിയാത്തുൻ, 3 തുടർച്ചയായി വരുന്നതാണ്. ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, ഇത് 3 തുടർച്ചയായി വരുന്നതാണ്. 4-മത്തേത് വമുദർ റജബിൻ, റജബിന്റെ അതല്ലെങ്കിൽ മുദർ ഗോത്രക്കാർ പവിത്രമാക്കി കണ്ടിരുന്ന റജബ് മാസമാണ് 4-മത്തെ മാസം എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. ഈ 4 മാസങ്ങളും ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, റജബ്, ഈ 4 മാസങ്ങളും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അഷ്ഹറുൽ ഹുറുമുകളിൽപ്പെട്ടതാണ്, യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട പവിത്രമായ മാസങ്ങളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരാൻ. എന്തുകൊണ്ടാണ് ആ 4 മാസങ്ങളുടെ കൂട്ടത്തിൽ ദുൽഹിജ്ജ മാസത്തിനുള്ള പ്രത്യേകതകൾ എന്താണ്, ആ ദുൽഹിജ്ജ മാസത്തിന്റെ സവിശേഷതകൾ എന്താണ്? മുസ്ലിങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫജ്ർ, ആ ഫജ്റിന്റെ ആദ്യത്തെ 2 വചനങ്ങൾ, വൽ ഫജ്ർ വലയാലിൻ അശ്ർ, അള്ളാഹു പറയാണ് വൽ ഫജ്ർ, പുലരി തന്നെയാണ് സത്യം. വിശുദ്ധ ഖുർആന്റെ ധാരാളം ആയത്തുകൾ, അതുമായി ബന്ധപ്പെട്ട ചെറിയ കാര്യം കൂടെ അതിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കാൻ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ധാരാളം ആയത്തുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ ആയത്തുകളിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ സൃഷ്ടികളെ സത്യം ചെയ്തു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വൽ ഫജ്ർ, പുലരി തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെയാണ് സത്യം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ തന്നെ മറ്റനേകം സൂറത്തുകൾ, വത്തീനി വസ്സൈത്തൂൻ, തീനും അത്തിപ്പഴവും സൈത്തുൻ തന്നെയാണ് സത്യം. വതൂരി സീനീൻ, സീനാ പർവ്വതം തന്നെയാണ് സത്യം. ഇങ്ങനെ ഒരുപാട് സൃഷ്ടികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു പറയും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന് അള്ളാഹിന്റെ സൃഷ്ടികളെ തൊട്ട് ഏത് വസ്തുവിനെ തൊട്ടും സത്യം ചെയ്യാൻ പറ്റും. എന്നാൽ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് അള്ളാഹിനെ മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ എന്നാ നമ്മൾ പലപ്പോഴും നമ്മുടെ സംസാരത്തിൽ വന്നു പോകാറുണ്ട്. ഖുർആൻ തന്നെയാണ് സത്യം, കഅബ തന്നെയാണ് സത്യം, ഖുർആനിന്റെ നടുപ്പേജ് തന്നെയാണ് സത്യം, നിന്റെ ഉപ്പയാണ് സത്യം, അതല്ലെങ്കിൽ എന്റെ ഉപ്പയാണ് സത്യം, അല്ലെങ്കിൽ എന്റെ തലയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യാം എന്നൊക്കെ നമ്മൾ സാധാരണ നമ്മുടെ സംസാരത്തിൽ പലപ്പോഴും വന്നു പോകാറുള്ള സംഗതിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും സത്യം ചെയ്യുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ പേര് സത്യം ചെയ്യട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കട്ടെ എന്നാ. അള്ളാഹു അല്ലാത്ത ഒരാളെ പേരിൽ സത്യം ചെയ്താൽ അത് ശിർക്കാണ്.
അത് ശിർക്കാൻ. സത്യം ചെയ്യലും ശപഥം കൽപ്പിക്കലും ഒക്കെ പടച്ച റബ്ബിന്റെ പേരിൽ മാത്രമാകണം എന്നുള്ളത് അള്ളാഹുവിന് നമ്മൾ കൊടുക്കുന്ന ഇബാദത്താണ്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ ഒരാൾ കഅബയെ തൊട്ട് സത്യം ചെയ്യുന്നത് കണ്ടപ്പോ ആ മനുഷ്യനെ നോക്കിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, ആ കഅബയുടെ രക്ഷിതാവ് ആരാണോ അവന്റെ പേരിൽ നീ സത്യം ചെയ്യണമെന്നാണ്. അത് നമ്മൾ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. വൽ ഫജ്ർ, അല്ല പറയാ പുലരി തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെയാണ് സത്യം. മഹാന്മാരായ പണ്ഡിതന്മാർ ആ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിച്ചു. ആ 10 രാത്രികൾ എന്നതുകൊണ്ട് ഉദ്ദേശം അത് ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളാണ് എന്ന് ഭൂരിഭാഗം പണ്ഡിതന്മാരും പഠിപ്പിച്ചു. ചില പണ്ഡിതന്മാർ അതിനെ റമദാൻ മാസത്തിന്റെ അവസാനത്തെ 10 എന്ന് കൽപ്പിച്ചു. പക്ഷേ ഭൂരിഭാഗം മുഫസ്സിറുകളും ജുംഹൂറുകളായ മുഫസ്സിറുകൾ അവർ പഠിപ്പിച്ചു തന്നത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫജ്റിന്റെ വലയാലിൻ അശ്ർ എന്ന പ്രഖ്യാപനം 10 രാത്രികൾ തന്നെയാണ് സത്യം എന്ന പരാമർശം അത് ദുൽഹജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളാണ് എന്ന് മുഫസ്സിറുകളായ ആളുകൾ അവരുടെ തഫ്സീറുകൾ രേഖപ്പെടുത്തി വെച്ചു. അത് വിശുദ്ധ ഖുർആൻ സത്യപ്പെടുത്തിയ 10 ദിനരാത്രങ്ങളാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത. ഇനി രണ്ടാമത്തെ പ്രത്യേകത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അൻ ഇബ്നു അബ്ബാസ് ഖാല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ അയ്യാമിൽ അമലു അസ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. ദുൽഹിജ്ജ മാസത്തിലെ 10 ദിനരാത്രങ്ങളിൽ വിശ്വാസികളെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തെക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു പ്രവർത്തനമല്ല. ഈ 10 ദിവസത്തില് നമസ്കാരം വരുന്നുണ്ട്, ഹജ്ജ് വരുന്നുണ്ട്, അതേപോലെ തന്നെ സ്വതക്കകൾ വരുന്നുണ്ട്, നോമ്പ് വരുന്നുണ്ട്, എന്ന് വേണ്ട ഇസ്ലാം പഠിപ്പിച്ച ബലികർമ്മങ്ങൾ വരുന്നുണ്ട്. ഇസ്ലാം പഠിപ്പിച്ച എല്ലാ നന്മകളും എല്ലാ അമൽ സ്വാലിഹാത്തുകളും ഒരുമിച്ച് സംഗമിക്കുന്ന ഒരു ദിനരാത്രങ്ങളാണ് ദുൽഹിജ്ജ മാസത്തിന്റെ 10 ദിനരാത്രങ്ങൾ. നമ്മുടെ നാട്ടിൽ നിന്നും ഹജ്ജ് കർമ്മത്തിന് പോയവർ അവിടെ ഹജ്ജുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. ലോകത്തെ ഏറ്റവും വലിയ മാനവ സംഗമ ഭൂമിയായ അറഫയിൽ പ്രഭാതം മുതൽ വൈകുന്നേരം വരെ പടച്ച റബ്ബിങ്കലേക്ക് കൈകളുയർത്തി നിറകണ്ണുകളുമായി കൊണ്ട് ഹാജിമാര് സംഗമിക്കുന്ന അറഫാ ദിനം വരുന്നു. ആ അറഫാ ദിനം അതല്ലെങ്കിൽ ദുൽഹിജ്ജ 9 ദിവസത്തിൽ ഹജ്ജിന് പോകാത്തവർ, നാട്ടിലുള്ളവർ, അവർ നോമ്പനുഷ്ഠിക്കുന്നു. അതുപോലെ തന്നെ ദുൽഹിജ്ജ 10 യൗമുൻ നഹറായിക്കൊണ്ട് ബലി കഴിക്കുന്ന ദിവസമായിക്കൊണ്ട് പരിഗണിക്കുന്നു. ഇങ്ങനെ ഹജ്ജ് കർമ്മവും ബലികർമ്മവും അതേപോലെ തന്നെ സ്വതക്കകളും ദാനധർമ്മങ്ങളും നോമ്പും നമസ്കാരങ്ങളും ഒക്കെയായി എല്ലാ നന്മകളും സംഗമിക്കുന്ന 10 ദിനരാത്രങ്ങൾ. അതുകൊണ്ട് ആ പ്രവാചകൻ പഠിപ്പിച്ചത് ഈ 10 ദിനങ്ങളിൽ വിശ്വാസികളെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തെക്കാൾ ശ്രേഷ്ഠമായ പ്രവർത്തനം വേറൊന്നുമില്ല. ഈ 10 ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനം വേറൊരു ദിവസത്തെ പ്രവർത്തനത്തിനും ഇല്ല. സ്വഹാബത്ത് ചോദിച്ചു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, ഈ 10 ദിവസത്തെ പ്രവർത്തനത്തെക്കാളും ശ്രേഷ്ഠമല്ലേ? അതല്ലെങ്കിൽ ഈ 10 ദിവസത്തെക്കാളും ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തു, ആ ജിഹാദ് ചെയ്ത മനുഷ്യൻ മരണപ്പെട്ടു, ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ അയാൾക്ക് ലഭിക്കുന്ന സ്ഥാനത്തെക്കാളും പടച്ച റബ്ബിന്റെ അടുക്കൽ അയാൾക്കുള്ള ഇഷ്ടത്തെക്കാളും വലുതാണ് റസൂലേ ഈ 10 ദിവസത്തെ പ്രവർത്തനം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ് ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി മിൻ ദാലിക ഷൈ. ഒരു മനുഷ്യൻ തന്റെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും പടച്ച റബ്ബിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടു. പക്ഷേ ഫലം യർജി ബിശൈഹിൻ, അവന്റെ സമ്പത്തോ അവനോ തിരിച്ചു വന്നില്ല. എന്നാൽ അവന്റെ സമ്പത്തും ജിഹാദിന് വേണ്ടി ചിലവഴിച്ചു, അവന്റെ ജീവനും ജിഹാദിന് വേണ്ടിയിട്ട് ഒരാൾ ബലി കഴിപ്പിച്ചെങ്കിൽ, അള്ളാഹുവിന് ദാനം നൽകിയെങ്കിൽ, അവനെക്കാളിലും അതല്ലെങ്കിൽ ആ പ്രവർത്തനത്തിന്റെ അത്ര തന്നെ പ്രാധാന്യമുണ്ട് ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എന്ന് റസൂൽ പഠിപ്പിച്ചു. ജിഹാദ് ചെയ്തവർക്കുള്ള പ്രതിഫലം നമുക്കറിയാലോ. സ്വർഗത്തിൽ അവർക്ക് ഇഷ്ടം പോലെ അനുഭവിക്കാനും ആസ്വദിക്കാനുമുള്ള ഒരു ഭാഗ്യം അവർക്ക് ലഭിക്കുന്ന അതേ ഭാഗ്യത്തിലേക്ക്, അതേ ഇഷ്ടത്തിലേക്ക്, അതേ പൊരുത്തത്തിലേക്ക് ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്തുമെന്നാൽ അത്രയും പ്രാധാന്യം നിറഞ്ഞ 10 ദിവസങ്ങൾ, അത്രയും നന്മകൾക്ക് വില കൽപ്പിക്കുന്ന 10 ദിവസങ്ങൾ. എന്താ അതിന്റെ അടുത്തൊരു കാരണം? ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ സത്യപ്പെടുത്തിയ 10 ദിനരാത്രങ്ങളാണ്.
രണ്ടാമത്തേത്, ഈ 10 ദിനരാത്രങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തെക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു പ്രവർത്തനം അള്ളാന്റെ അടുക്കലില്ല. ഇനി മൂന്നാമത്തേത്, പരിശുദ്ധമായ ഇസ്ലാം മതം പൂർത്തിയാക്കി തന്ന ദിനരാത്രങ്ങളാണ് ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ വചനം അല്ലാഹ് പറയാ, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. പടച്ച റബ്ബിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പ്രവാചകനായിക്കൊണ്ട് 23 വർഷക്കാലം പ്രബോധനം ചെയ്ത ഈ മതം, ആ മതത്തെ അള്ളാഹ് പൂർത്തിയാക്കി തന്നു. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നത് പ്രവാചകൻ പഠിപ്പിച്ചു. നരകത്ത് അകറ്റി നിർത്തുന്ന നന്മകളെ കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചു. ചെയ്തു പോയാൽ നരകത്തിലേക്ക് എത്തുന്ന തിന്മകളെ കുറിച്ച് റസൂൽ നമുക്ക് മുന്നറിയിപ്പ് നൽകി. ചെയ്താൽ സ്വർഗത്തിലെ ഉന്നതമായ സ്വർഗത്തോപ്പുകളെ കരസ്ഥമാക്കുന്ന അതിമഹത്തരമായ നന്മകളെ കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചു തന്നു. ആ ദീനിനെ, ഇസ്ലാമിനെ, മനുഷ്യന്റെ സർവമാന നന്മകളെയും മനുഷ്യന്റെ ധാർമ്മികതയെയും ലോകത്തിന്റെ സകലമാന സമാധാനത്തിന്റെയും ഉറവിടമായ ഇസ്ലാം മതത്തിന്റെ പൂർത്തീകരണം നടന്ന ദിവസങ്ങളാണ് ദുൽഹിജ്ജ മാസത്തിന്റെ ദിവസങ്ങൾ. അതാ വിശുദ്ധ ഖുർആൻ മാഇദയിലൂടെ അല്ലാഹു പഠിപ്പിച്ചത്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഇതാ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. മാത്രമല്ല, വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇസ്ലാമിനെ മതമായി കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടു തന്ന മതം, ആ മതത്തിൽ ഇല്ലാത്തത് ചെയ്താൽ, അതുകൊണ്ട് നമ്മൾ പറയുന്നത് ബിദ്അത്തിലേക്ക് വിശ്വാസികൾ പോകാൻ പാടില്ല. ബിദ്അത്തായ സംഗതിയിലേക്ക് വിശ്വാസികൾ പോകരുത്. അത് പ്രവാചകന്റെ പേരിൽ കഴിപ്പിക്കപ്പെടുന്ന നബിദിനമാണെങ്കിലും, അതിന്റെ പേരിൽ നടത്തുന്ന റാലിയാണെങ്കിലും, അതിന്റെ പേരിൽ ചൊല്ലുന്ന ഒരു വരി സ്വലാത്താണെങ്കിൽ പോലും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടോ എങ്കിൽ നമുക്ക് ചെയ്യാം. ഇല്ലേ, നമ്മൾ ചെയ്യാൻ പാടില്ല. അത് എത്ര മഹത്തുള്ളതാണെങ്കിലും, എത്ര ശ്രേഷ്ഠമുള്ളതാണെങ്കിലും. സാധാരണ പറയലുണ്ട്, ഈ ബിദ്അത്തിനെ എതിർക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എതിർക്കുന്നവർ, അവർക്കൊന്നും പ്രവാചകനോട് സ്നേഹമില്ല എന്ന് പറയലുണ്ട്. നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി മക്കയിലേക്ക് ചെന്ന് അവിടെയുള്ള വിശ്വാസികളായ സഹാബത്തിന്റെ അവർക്ക് ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ ഇറക്കിക്കൊടുത്ത വിശുദ്ധ ഖുർആന്റെ വചനമാണ്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. പ്രവാചകൻ ചോദിച്ചത്, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്നും അകറ്റി നിർത്തുന്ന സകല നന്മകളെ കുറിച്ചും വിശ്വാസികളെ സ്വഹാബ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേന്നാ. സ്വഹാബത്ത് ഒന്നടങ്കം മറുപടി കൊടുത്തു, ഭലാ യാ റസൂലല്ലാഹ്, ഉണ്ട് റസൂലേ, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്ത് അകറ്റി നിർത്തുന്നതുമായ സകല നന്മകളും റസൂലെ നിങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകന്റെ അടുത്ത ചോദ്യം, നരകത്ത് അകറ്റി നിർത്തുന്ന നരകത്ത് പ്രവേശിക്കുന്ന സകല തിന്മകളെ കുറിച്ചും സ്വഹാബ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടില്ലേ? സ്വഹാബത്ത് പറഞ്ഞു, ഭലാ യാ റസൂലല്ലാഹ്, ഉണ്ട് റസൂലേ, നരകത്തിലേക്ക് പോകുന്ന തിന്മകളെ കുറിച്ച് ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രവാചകൻ തന്റെ 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തി, തലയും ആകാശത്തേക്ക് ഉയർത്തി. എന്നൊരു പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷിയാൻ. അല്ലാഹുമ്മ അശ്ഹദ് 3 തവണ ആവർത്തിച്ചു, പടച്ച റബ്ബേ നീ സാക്ഷിയാൻ. അഥവാ ദീൻ എന്ന് പറഞ്ഞാല് ആ ദിവസം അവിടെ പൂർത്തി. അതിനുശേഷം വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ മതത്തിന്റെ നിയമങ്ങളും വിധിവിലക്കുകളും മതത്തിൽ നന്മയായിട്ടുള്ളതും മതത്തിൽ വിരോധം ഏർപ്പെടുത്തിയതും മതത്തിൽ ഹലാലായതും മതത്തിൽ ഹറാമായതും ആ ദിവസം അവിടെ പൂർത്തീകരിച്ചു. ഇനി അതിന് ശേഷം പുതിയ ഹുക്കുമുകൾ ഇറങ്ങിയിട്ടില്ല, പുതിയ ഇബാദത്തുകൾ ഇറങ്ങിയിട്ടില്ല, പുതിയ കാര്യങ്ങളെ കുറിച്ച് ഇസ്ലാം ചർച്ച ചെയ്തിട്ടില്ല. അതിനുശേഷം ഖുർആന്റെ ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള സത്യമാണ്. പക്ഷേ നമ്മൾ നാട്ടിൽ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന പലതും ഇസ്ലാമിന്റെ പേരിൽ പിൽക്കാലത്ത് 1-ാം നൂറ്റാണ്ടും 2-ാം നൂറ്റാണ്ടും 3-ാം നൂറ്റാണ്ടും കഴിഞ്ഞിട്ട് വന്നതാ. അതിൽ പെട്ടതാ ഞാൻ നേരത്തെ പറഞ്ഞ നബിദിനമൊക്കെ. എന്താ നമ്മളത് ആഘോഷിക്കാത്തത്? പ്രവാചകൻ ചെയ്തിട്ടില്ല, പ്രവാചകൻ പറഞ്ഞിട്ടില്ല, സ്വഹാബത്തിന് പരിചയമില്ല, താബിഈകൾക്ക് പരിചയമില്ല, തബഉ താബിഈകൾക്ക് പരിചയമില്ല. കാരണം പ്രവാചകൻ പൂർത്തീകരിച്ച ദീനിൽ അത്തരത്തിലുള്ള ഒരു ആഘോഷം നമുക്ക് കാണാൻ കഴിയൂല. അതാ പ്രവാചകൻ പഠിപ്പിച്ചത്, വിശുദ്ധ ഖുർആന്റെ ആയത്ത് പഠിപ്പിച്ചത്, അൽ യൗം, ഇന്നത്തെ ദിവസം. പ്രവാചകരെ, ഇന്ന് മക്കയിൽ നിന്നും നിങ്ങൾ ഹജ്ജ് കർമ്മം നിർവഹിച്ച് സ്വഹാബത്തിന് ഉപദേശം നൽകുന്ന ഈ ദിവസം ഉണ്ടല്ലോ, ഈ ദിവസത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തീകരിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ അതിലേക്ക് പിന്നെ കൂട്ടിച്ചേർത്തതൊന്നും നമ്മൾ ചെയ്യണ്ട. അത് ആര് പറഞ്ഞതാണെങ്കിലും, ഏത് സംഘടനയാണെങ്കിലും, ഏത് ഉസ്താദാണെങ്കിലും, ഏത് മുസ്ലിയാരാണെങ്കിലും, ഏത് മൗലവിയാണെങ്കിലും, ഇസ്ലാമിലുണ്ടോ നമുക്ക് ചെയ്യാം, ഇല്ലേ ആര് പറഞ്ഞതാണെങ്കിലും അതിനെ തള്ളി മാറ്റണം എന്നാണ്. അതാണ് മൂന്നാമത്തെ പ്രത്യേകത. ദീന് പൂർത്തിയായ മാസമാണ് ഈ ദുൽഹിജ്ജ മാസം. നാലാമത്തേത് ഏറ്റവും പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിൻ്റെ ദിനരാത്രങ്ങളാണ്. ഹജ്ജിന് വേണ്ടി പോയ ആളുകൾ ഇന്നും നാളെയുമൊക്കെ ആയിട്ട് അവസാനത്തെ ഇവിടുത്തെ യാത്രക്കാരൊക്കെ പോകാൻ നിൽക്കുകയാണ്, പ്രൈവറ്റായിട്ടും ഗവൺമെൻറ് തലത്തിലൊക്കെ പോകാൻ നിൽക്കുകയാണ്. ആ ആളുകൾ പരിശുദ്ധമായ മക്കയുടെ മണ്ണിൽ ഹജ്ജ് കർമ്മം ചെയ്യുന്ന ദിനരാത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മാസമാണ് ദുൽഹിജ്ജ മാസം. അതുകൊണ്ട് ദുൽഹിജ്ജ എന്ന പേര് തന്നെ വന്നത് ഹജ്ജിൻ്റെ മാസമാണ്. വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്കറിയാലോ ഹജ്ജിനുള്ള പ്രത്യേകത എന്താണ്, ഹജ്ജിന്റെ മഹത്വം എന്താണ്, പ്രവാചകൻ പഠിപ്പിച്ചില്ലേ? വൽ ഹജ്ജുൽ മബ്റൂർ, ഹജ്ജുൽ മബ്റൂർ, ഹജ്ജും മബ്റൂറായ ഹജ്ജിന്റെ പ്രതിഫലം ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗ്ഗമല്ലാതെ അവർക്ക് വേറെ പ്രതിഫലമില്ല. അത്രയും മഹത്വമുള്ള അള്ളാഹുവിൻ്റെ അതിഥികളായിക്കൊണ്ട് ഭൂമിയുടെ പല ഭാഗത്തു നിന്നും മസ്ജിദുൽ ഹറമിലേക്ക്, കഅബയിലേക്ക് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി വരുന്നവർ, ആ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നടക്കുന്ന ദിനരാത്രങ്ങളാണ് ഈ ഒരു ദിവസങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് അഞ്ചാമത്തെ പ്രത്യേകത. അടുത്തത് ഏറ്റവും വലിയത്, ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട സംഗതി, ഈ ദിനരാത്രങ്ങളിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തെ ഏറ്റവും വലിയ മാനവ ഐക്യത്തിന്റെ, മാനവ സാഹോദര്യത്തിന്റെ സന്ദേശം ലോകത്തിന് കൈമാറിയത്. പ്രവാചകന്റെ ഹജ്ജത്തുൽ വിദായിലെ ആ വിടവാങ്ങൽ പ്രസംഗം, പ്രവാചകൻ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതിയിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, വിശ്വാസികളെ നിങ്ങൾ പരസ്പരം സഹോദരന്മാരെ പോലെയാണ്. ഫഅസ്ലിഹൂ ബൈന അഖ്വൈക്കും, ആ സഹോദരന്മാർക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കണം. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഓനെ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ഓനെ ഏകനാക്കിയിട്ട് ബാക്കിയുള്ളവരൊക്കെ സേഫ് ആവുക അല്ല, അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഫഅസ്ലിഹൂ ബൈന അഖ്വൈക്കും, നിങ്ങളുടെ സഹോദരന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങൾക്ക് നിങ്ങൾ ഇസ്ലാഹ് ഉണ്ടാക്കണം, സുൽഹ് ഉണ്ടാക്കണം, രഞ്ജിപ്പുണ്ടാക്കണം. പ്രവാചകൻ പഠിപ്പിച്ചത് എങ്ങനെ? കൽബുന്യാൻ, വിശ്വാസികൾ ഒരു കെട്ടിടത്തെ പോലെയാണ്. അതേപോലെ തന്നെ ഒരു ശരീരത്തെ പോലെയാണ്. മനുഷ്യന്റെ ശരീരത്തിലെ ഒരു അവയവത്തിന് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ, നമ്മളെ കയ്യിൽ ചെറിയൊരു മുറിവുണ്ടായാൽ വേണ്ട, നമ്മൾ നഖം വെട്ടുന്ന സമയത്ത് ആ നഖം ഒന്നൊരൽപ്പം ഉള്ളിലേക്ക് അതിന്റെ കട്ടർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്താൽ നഖത്തിന്റെ ആ തുഞ്ചത്തുനിന്നും ഒരിറ്റു ശരീരം പൊടിഞ്ഞാൽ, ഒരിറ്റി രക്തം പൊടിഞ്ഞാൽ നമ്മുടെ ശരീരം മുഴുവൻ അതിന്റെ സങ്കടത്തിൽ പങ്കുചേരുന്നത് പോലെ വിശ്വാസി സമൂഹത്തിലെ ഒരു മനുഷ്യനൊരു പ്രയാസം ഉണ്ടായാൽ ബാക്കിയുള്ള ആളുകൾ അവരുടെ കൂടെ നിൽക്കണമെന്ന, ബാക്കിയുള്ളവർക്ക് ആ പ്രയാസം ഉണ്ടാകണം. എൻ്റെ സഹോദരൻ, എൻ്റെ കൂടെ പള്ളി നിസ്കരിക്കുന്ന, എൻ്റെ കൂടെ ദീനി പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരു സഹോദരന് ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഓൻ ഒറ്റപ്പെടുത്താതെ സാമ്പത്തികമായിട്ടാണെങ്കിൽ സഹായിക്കാൻ, ശാരീരികമായിട്ടോ മാനസികമായിട്ടാണെങ്കിൽ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ, പ്രാർത്ഥിക്കാൻ വിശ്വാസികൾക്ക് സാധിക്കണം. ഇത് വിശ്വാസികളുടെ കാര്യത്തിൽ മാത്രമല്ല, വിശ്വാസികളുടെ കാര്യത്തിൽ മാത്രമല്ല. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ലോകത്തുള്ള സകല മനുഷ്യരും, ഹൈന്ദവരും ക്രൈസ്തവരും ജൂതന്മാരും മുസൽമാനും അങ്ങനെ തുടങ്ങി ലോകത്തുള്ള ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് വരുന്ന മതത്തിന്റെ ആളുകളെ മുഴുവൻ വിളിച്ചു അല്ലാഹ്. ആ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്? ദൈവത്തെ നിഷേധിക്കുന്നവരുണ്ട്, നിരീശ്വരവാദികളുണ്ട്, യുക്തിവാദികളുണ്ട്, മതനിരാസത്തിന്റെ ആളുകളുണ്ട്, പടച്ച റബ്ബിനെ ധിക്കരിക്കുന്നവരുണ്ട്, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരുണ്ട്, അള്ളാഹിനെ ആരാധിക്കുന്നവർ, എല്ലാവരെയും വിളിച്ചു. യാ യുഹന്നാസ്, ആദം നബിയുടെ, ആദമിന്റെയും ഹവ്വയുടെയും മക്കളായിക്കൊണ്ട് ഈ ലോകത്ത് ജനിച്ചു വീണ ഹാബീലും കാബീലും തൊട്ട് ഇന്ന് ഈ സെക്കൻഡിൽ ജനിച്ചു വീഴുന്നതും ഇനി ജനിക്കാനിരിക്കുന്നതുമായ സകല മനുഷ്യരും അല്ലാഹു വിളിച്ചിട്ട് പറയാ. എന്താ അള്ളാഹുവിന്റെ പ്രഖ്യാപനം? ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നോട്ട മനുഷ്യരെ നിങ്ങൾ സൃഷ്ടിച്ചത്. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നോ നിങ്ങൾ സൃഷ്ടിച്ചത്. ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ സമൂഹത്തിന്റെ പേരിലോ ഭാഷയുടെ പേരിലോ സംസ്കാരത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ഉയർന്ന കുലത്തിന്റെ പേരിലോ താഴ്ന്ന ജാതിയായതിന്റെ പേരിലോ ആക്ഷേപങ്ങളും പരിഹാസ്യങ്ങളും കുത്തുവാക്കുകളും അപമാന സഹിക്കലും ഒന്നും വേണ്ട. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, ഒരാണിൽ നിന്നും ഒരു പെണ്ണ് നിങ്ങളെ സൃഷ്ടിച്ചു. ലോകത്ത് ഈ സന്ദേശം പറഞ്ഞ വേറെ ഏത് മതമുള്ളത്? ലോകത്ത് ഈ ഒരു സമത്വത്തിന്റെ, ഈ ഒരു തുല്യതയുടെ സന്ദേശം പറഞ്ഞ വേറെ ഏത് മതമാ ഉള്ളത്? പ്രിയപ്പെട്ടവരെ, തന്റെ വീട്ടിലൊരൽപ്പം കറി ഉണ്ടാക്കിയാൽ
അതിലേക്കൊരൽപ്പം വെള്ളം പാർന്ന് നീട്ടിയിട്ടാണെങ്കിലും നിന്റെ അയൽവാസിക്ക് നീ കൊടുക്കണം, ഇല്ലെങ്കിൽ നീ മുസ്ലിം അല്ല. ആയിഷ റസൂൽ, ആരെന്റെ അയൽവാസി? എന്റെ വീടിന്റെ തൊട്ടടുത്തൊരു ജൂതനുണ്ട്, തൊട്ടടുത്തൊരു മുശ്രിക്കുണ്ട്, തൊട്ടടുത്തൊരു മുസ്ലിമുണ്ട്, ഞാൻ ആരെ പരിഗണിക്കണം? റസൂൽ എന്താ പറഞ്ഞത്? ഈ വല്ല മുസ്ലിമിന് കൊടുത്തോ, ജൂതന് മുസ്ലിക്കിന് മൈൻഡാക്കണ്ടെന്നല്ല റസൂൽ പറഞ്ഞത്. ആയിഷ, നിന്റെ വാതിലിനോട്, നിന്റെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന വീട് ഏതാണോ, അത് ജൂതനാകാം, മുശ്രിക്കാകാം, അതൊരു പക്ഷെ മുസ്ലിമാകാം, ഒരു പക്ഷെ ഹൈന്ദവനാകാം, നമ്മുടെ നാട്ടിൽ യുക്തിവാദിയാകാം, നിരീശ്വരവാദിയാകാം, ദൈവനിഷേധിയാകാം, മതനിരാസത്തിന്റെ ആളാകാം. എന്റെ വീടിനോട് ആരാണോ അടുത്ത് നിൽക്കുന്നത്, ഓനാണ് അതിന്റെ അയൽവാസി. ആ അയൽവാസിക്ക് ഭക്ഷണം കൊടുക്കാതെ, ആ അയൽവാസിയെ ക്ഷണിക്കാതെ, ആ അയൽവാസിക്ക് പ്രയാസമുണ്ടാക്കിയിട്ട് നീ ജീവിക്കുകയാണെങ്കിൽ നീ മുസ്ലിം അല്ലാന്നാ. അയൽപക്ക ബന്ധങ്ങളൊക്കെ വിശദമായിട്ട് പറയേണ്ടതാ. നമ്മളെ വീട്ടില് നമ്മൾ TV-യുടെയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കല്യാണ പരിപാടി ഉണ്ടായപ്പോ തലേ ദിവസം ഒരു പാട്ടൊക്കെ വെച്ച് അത് വെക്കാൻ പറ്റുമല്ലോ എന്നുള്ള വേറെ ചർച്ച കേട്ടോ. അങ്ങനെയൊക്കെ വെച്ച് സൗണ്ട് ഇങ്ങനെ കൂട്ടുക, വോള്യം കൂട്ടുമ്പോ എൻ്റെ അയൽവാസിക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ആ സൗണ്ട് കുറക്കണം എന്നാ. അതൊന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ വീടിന്റെ മതിൽ ഉയർത്തിക്കെട്ടും എൻ്റെ അയൽവാസിക്ക് പ്രയാസാണെങ്കിൽ ആ മതിൽ ഉയർത്താൻ പാടില്ല. എൻ്റെ വീടിന്റെ തൊട്ടടുത്ത് ഒരു 5 സെന്റ് സ്ഥലം എനിക്ക് വിൽക്കാനുണ്ടെങ്കിൽ ഞാൻ അയൽവാസിയോട് ചോദിക്കണം, എനിക്ക് വേണോ? ഓൻ പറയാ 1 സെന്റിന് 500,000 വെച്ച് തരാം, 50,000 വെച്ച്. നമ്മളൊന്നും പറ്റൂല, വിലക്കൂല, പാടില്ല എന്നാ. ഓൻ ആവശ്യക്കാരനാണെങ്കിൽ ഓൻക്ക് കൊടുക്കണം. ഓൻ മുസ്ലിമാണോ ഹിന്ദു ആണോ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഇത് പഠിപ്പിച്ച വേറെ ഏത് മത ലോകത്തുള്ളത്? ഇത് പഠിപ്പിച്ച ഏത് മത ലോകത്തുള്ളത്? അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, അലാ ഇന്ന റബ്ബക്കും വാഹിദ്, അറിഞ്ഞോ നിങ്ങളുടെ റബ്ബ് ഒന്നാണ്. അലാ ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ റബ്ബ് ഒന്നാണ്. നിങ്ങളുടെ റബ്ബ് നിങ്ങളെ സൃഷ്ടിച്ചവനായി, നിങ്ങളുടെ രക്ഷിതാവ് മുസൽമാനെയും ക്രൈസ്തവനെയും ജൂതനെയും ഹൈന്ദവനെയും ബുദ്ധനെയും അങ്ങനെ തുടങ്ങി ലോകത്തുള്ള സകല മനുഷ്യരെ സൃഷ്ടിച്ചവനായ റബ്ബുണ്ടല്ലോ, ആ റബ്ബ് ഏകനാണ്, ആ റബ്ബ് ഒന്നാണ്. വഇന്ന അബാകും വാഹിദ്, നിങ്ങളുടെ മാതാപിതാക്കളും ഒന്നാ. ആരാ? ആദമും ഹവ്വയുമാണ്. അവിടുന്ന് മനുഷ്യന്റെ ചരിത്രം തുടങ്ങിയത്. അവിടുന്ന് പിന്നെ ഹൈന്ദവനുണ്ടായത്, അവിടുന്ന് പിന്നെ ക്രൈസ്തവനുണ്ടായത്. ആ മക്കളെ കൂട്ടത്തിൽ നിന്നാ പിന്നെ പ്രത്യേകമായ ജാതിക്കാരും വിഭാഗക്കാരും മതക്കാരും ആശയക്കാരും സംസ്കാരമുള്ളവരും ഭാഷ സംസാരിക്കുന്നവരും ലോകത്തുള്ള ആളുകളും അതേപോലെ തന്നെ ഭൂഖണ്ഡത്തിന്റെ വേർതിരിവ് ഒക്കെ ഉണ്ടായത്. ഇന്ന അബാകും വാഹിദ്, മാതാപിതാക്കളൊന്ന കഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, അലാ ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ, അറബിക്കോ അനറബിക്കോ പ്രത്യേകമായ വേർതിരിവൊന്നുമില്ല. അറബി ആയതുകൊണ്ട്, ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ആളായതുകൊണ്ട്, അല്ലെങ്കിൽ അറബി സംസാരിക്കുന്നവരായതുകൊണ്ട്, സൗദി അറേബ്യയിൽ ജനിച്ചുകൊണ്ട് യൂറോപ്യരെക്കാട്ടിലും ശ്രേഷ്ഠത, ഏഷ്യക്കാരും ശ്രേഷ്ഠത ഇല്ല. അലാ ലാ ഫദ്ല ലി അറബിയ്യിൻ വലാ അജമിയ്യിൻ വലാ അജമിയ്യിൻ ലി അറബിയ്യിൻ, ഒരു അജമിക്ക് അനറബിക്ക് അറബിയെക്കാളോ അറബിക്ക് അനറബിയെക്കാളോ ഒരു ശ്രേഷ്ഠതയുമില്ല എന്ന് റസൂൽ വീണ്ടും പറഞ്ഞു. വെളുത്തവന് കറുത്തവനെക്കാട്ടിലോ കറുത്തവന് വെളുത്തവനെക്കാട്ടിലോ പടച്ച റബ്ബിന്റെ അടുക്കൽ ഒരു ശ്രേഷ്ഠതയുമില്ല. ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കി. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സെലിബ്രിറ്റികൾ ഉള്ളത് ഫുട്ബോൾ മേഖലയിലാണ്. ആ ഫുട്ബോൾ മേഖലയിൽ പോയി നമ്മൾ കാണുന്നത് കറുത്തവനായതിന്റെ പേരിൽ ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങാം. കറുത്തവനായതിന്റെ പേരിൽ ഗാലറികളിൽ നിന്നും കളിക്കാർക്ക് നേരെ പാഴ്വസ്തുക്കൾ വലിച്ചെറിയുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ? പക്ഷെ ഇസ്ലാം പഠിപ്പിച്ചില്ല കേട്ടോ, അങ്ങനെ വേർതിരിവില്ല. കറുത്തോനായാലും വെളുത്തോനായാലും തടിച്ചോനായാലും മെലിഞ്ഞോനായാലും ബുദ്ധിയുള്ളവനായാലും ഇല്ലാത്തവനായാലും നീളുള്ളവനും കുറഞ്ഞവനും ഒക്കെ ജനിക്കുമ്പോ അംഗവൈകല്യത്തോടു കൂടെ ജനിക്കുന്നവനാണെങ്കിലും അല്ലെങ്കിലും ശരി, എങ്ങനെയുള്ളതാണെങ്കിലും പടച്ച റബ്ബിന്റെ മഖ്ലൂക്കുകളായി ആദമിന്റെയും ഹവ്വയുടെയും മക്കളായിക്കൊണ്ട് ഈ ലോകത്ത് ജനിച്ചുകൂടെ ഏത് മനുഷ്യനും പടച്ച റബ്ബിന്റെ അടുക്കൽ ഒറ്റ സ്ഥാനേ ഉള്ളൂ. പിന്നെ ശ്രേഷ്ഠത ആർക്കാ കൂടുക? ആരാണോ റബ്ബിനെ ഭയപ്പെട്ടത്, ആരാണോ പടച്ച റബ്ബിന്റെ നിയമങ്ങളും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളും പാലിച്ചു ജീവിച്ചത്, അവർക്ക് ഒരൽപ്പം ഫദ്ല് കൂടും. അത് ചിലപ്പം മലയാളിയേക്കാരും, ചിലപ്പോൾ തമിഴനേക്കാരും, ചിലപ്പോൾ ബംഗാളിയേക്കാരും, ചിലപ്പം പിന്നെ ബീഹാരിയേക്കാരും, ചിലപ്പോൾ പാകിസ്ഥാനിയേക്കാരും, ആർക്കാണോ തഖ്വ കൂടുതൽ ഓൻക്കാ ശ്രേഷ്ഠത. അവനെ പടച്ച റബ്ബിന്റെ അടുക്കൽ ശ്രേഷ്ഠൻ, അതല്ലാത്തവരൊക്കെ തുല്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഇവിടെ അല്ലേ പവർ കാണിക്കല്?
നമ്മളിവിടെ അല്ലേ അതിന്റെ പേരിൽ പവർ കാണിക്കല്, അന്തസ്സു അഹങ്കാരമൊക്കെ കാണിച്ചു നടക്കുക. ഇതിന്റെ പേരില തറവാടിത്തത്തിന്റെ പേരിൽ സാധാരണക്കാർക്ക് പ്രവേശനമില്ലാത്ത തറവാട്ടുകാർ വരെ നമ്മൾ വരെയുണ്ടാവും. ഇന്ത്യ മറ്റേ വരിക്ക് സാധാരണക്കാർക്ക് പോകാൻ പറ്റാത്ത ഓൻ വലിയ തറവാട് മഹിമന്റെ ആൾക്കാരാ, ഓൻ വലിയ സാമ്പത്തിക ഭദ്രതയുള്ള ആളാ. അതുകൊണ്ട് ഓനെ വരിക്ക് സാധാരണക്കാർക്ക് പോകാൻ പറ്റൂല. ഓനൊക്കാണെങ്കിൽ വരുന്നിട്ട് വേണം അല്ലേ. പടച്ച റബ്ബിന്റെ മുമ്പിൽ ഓനും അവനെ കാണാൻ വരി നിന്ന പാവപ്പെട്ടവനും ഒരേ ലൈനിൽ അള്ളാന്റെ മുമ്പിൽ ഉണ്ടാവുക. ഒരു പക്ഷെ ആ പണക്കാരനെക്കാട്ടും ശ്രേഷ്ഠത പാവപ്പെട്ടവനേക്കാരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനസ്സിൽ തക്കവയുള്ളവരാകാം, സൂക്ഷ്മതയുള്ളവരാകാം. അതല്ലാത്ത ഒരാൾക്കും പടച്ച റബ്ബിന്റെ അടുക്കൽ കുടുംബത്തിന്റെ പേരിൽ, നേടിയെടുത്ത സർട്ടിഫിക്കറ്റുകളുടെ പേരിൽ, ഉദ്യോഗത്തിന്റെ പേരിൽ ഞാൻ IPS അല്ല IAS കാര്യമില്ല. പടച്ച റബ്ബിന്റെ അടുക്കൽ ശ്രേഷ്ഠതയില്ല. വലാ ഫദ്ല ലി അറബിയ്യിൻ വലാ അജമിയ്യിൻ. നിങ്ങൾ സത്യം മനസ്സിലാക്കണമെന്നാ റസൂൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അത്രയും തുല്യമായ, അത്രയും തുല്യത അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ വലിയ മാനവിക സന്ദേശം, അതുകൊണ്ടാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ വലിയ മാനവിക സംഗമത്തിന്റെ വലിയ ഭൂമികയായിക്കൊണ്ട് നമ്മൾ അറഫയെയും ഹജ്ജിനെയൊക്കെ പരിചയപ്പെടുന്നു. നിസ്കാരം നോക്കി, നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ മറ്റോന്റെ കാലിന്റെ ചോട്ടിൽ കൊണ്ടുപോയിട്ട് ആ തല നമ്മൾ വെക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ വീട്ടിൽ പണിയെടുക്കുന്ന പാവപ്പെട്ടവൻ നമ്മളെ മുമ്പിലേക്കാരും ഓന്റെ കാലിന്റെ ചോട്ടിൽ നമ്മൾ തല വെക്കുന്നത്. അത്രമേൽ വിനയത്തിന്റെയും സമാധാനത്തിന്റെയും തുല്യതയുടെയും സന്ദേശം പകർന്ന ഇസ്ലാം, ആ ഇസ്ലാമിന്റെ വക്താക്കളാകണം നമ്മൾ. നമ്മുടെ ജീവിതത്തിലൂടെ ഇസ്ലാം പ്രസരിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിലൂടെ ഇസ്ലാം പ്രകാശിച്ചു നിൽക്കണം. നമ്മുടെ ജീവിതത്തിലൂടെ ഇസ്ലാമിനെ കുറിച്ച് ആളുകൾ പഠിക്കണം, മനസ്സിലാക്കണം. എന്നിട്ട് അതാണ് സത്യമതം എന്ന ബോധ്യത്തിൽ ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ അറിയാനും അതിലേക്ക് വരാൻ നമ്മൾ കാരണക്കാരാകണം. അതിനാണ് ദഅവത്ത് എന്ന് പറയാം, അതിനാ പ്രബോധനം എന്ന് പറയാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ദുൽഹിജ്ജ മാസത്തിൻ്റെ അടുത്ത ഒരു പ്രത്യേകതയായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇമാം മുസ്ലിം തൻ്റെ സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅ്തികല്ലാഹു ഫീ അബ്ദൻ മിനൻ നാർ. ദുൽഹിജ്ജ മാസത്തിൻ്റെ ഈ ദിനരാത്രങ്ങളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്ത് നിന്ന് കൂടുതൽ ആളുകളെ മോചിപ്പിക്കുക. എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, മിൻ യൗമി അറഫ, പ്രത്യേകിച്ചും അറഫ ദിനത്തിലാണ്. എന്നിട്ട് അതിനോട് ചേർത്ത് പറയുക, ഇന്നഹു ലയദ്നു സുമ്മ യുബാഹി ബിഹിമിൽ മലായിക ഫയഖൂലു മാ അറാദ ഹഉല. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു തൻ്റെ അടിമകളെടുത്ത് വന്നിട്ട് അഭിമാനത്തോടു കൂടെ അവിടെയുള്ള മലക്കുകളോട് പറയും, കണ്ടില്ലേ എൻ്റെ ഇബാദത്ത്, എൻ്റെ ഇബാദകൾ, എൻ്റെ അടിമകൾ അവരേറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യമാണ് നരകത്ത് നിന്ന് അവരെ മോചിപ്പിക്കുക എന്നുള്ളത്. ആ മോചനമാണ് ഞാൻ ഈ ദിവസം നടത്തിക്കൊടുത്തത് എന്ന് അള്ളാഹു സന്തോഷത്തോടെ അഭിമാനത്തോടു കൂടെ പറയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അതാണ് ദുൽഹിജ്ജ മാസത്തിൻ്റെ അടുത്തൊരു പ്രത്യേകത. ഇൻഷാ അല്ലാഹ് ഇനിയും അറഫാ ദിനവും അറഫാ ദിനത്തിലെ നോമ്പും അതിൻ്റെ ശ്രേഷ്ഠതകളും അങ്ങനെ തുടങ്ങി ദുൽഹിജ്ജ 10 മുന്നഹറും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് അടുത്തൊരു ഖുതുബയിൽ സൂചിപ്പിക്കുക. അതിന് മുമ്പ് സൂചിപ്പിക്കാൻ ചെറിയൊരു കാര്യം നമുക്കറിയാം, നാളെയാണ് ദുൽഹിജ്ജ 1. ബലികർമ്മം എന്നുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഇബാദത്ത് അതും കൂടി ഉൾക്കൊള്ളുന്ന സംഗമിക്കുന്ന ഒരു ദിനരാത്രങ്ങളാണ് ദുൽഹിജ്ജ മാസത്തിലെ ദിനരാത്രങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ ശ്രേഷ്ഠതയായി കൊണ്ട് പഠിപ്പിച്ചു തന്നത്, ആർക്കെങ്കിലും ശ്രേഷ്ഠത എന്നല്ല അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ കാന ലഹു സഅതൻ വലം യുളഹി ഫലാ യഖ്റുബന്ന മുസല്ലന. ഒരാൾക്ക് ബലിയറിവിൽ കൂടാൻ ഒരാൾക്ക് സാമ്പത്തികമായിട്ട് കഴിവുണ്ടായിരിക്കെ അയാളത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഓൻ പെരുന്നാൾ സ്കരിക്കാൻ മുസല്ലേക്ക് വരണ്ടെന്നാണ്. ഓക്കെ, നിങ്ങൾ സാമ്പത്തികമായിട്ട് ഒരാൾക്ക് ഭദ്രതയുണ്ട്. എന്തിനാണ് ഭദ്രത? ഒരാൾക്ക് ഉലുഹിയ്യത്തിൽ കൂടാൻ, ബലികർമ്മത്തിൽ ചേരാൻ. പക്ഷെ ഓനത് നിർവഹിക്കണില്ല എന്നുണ്ടെങ്കിൽ ശറഈയായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഒരാൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാം. അത് മാറ്റി നിർത്തിയാൽ, ഒരു കാരണമില്ലാതെ ഒരാള് ബലികർമ്മത്തിൽ നിന്ന് വിട്ടുമാറി നിന്നാൽ
മുസല്ലിക്ക് നിസ്കരിക്കാൻ വരണ്ടെന്നാ പെരുന്നാളിന് അള്ളാഹുവിൻ്റെ റസൂൽ വിലക്ക് ഏർപ്പെടുത്തിയവർക്ക്. അല്ലേ, നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് സാമ്പത്തികമായിട്ട് ബലി പെരുന്നാൾ ഒരുപാട് ചിലവുകളുണ്ട്. വസ്ത്രം എടുത്തു കൊടുക്കണം, വീട്ടിലെ ചിലവ്, മറ്റു കാര്യം ഒക്കെ ശരി. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സക്കാത്ത് പറയുന്ന സാധനം എല്ലാ ചിലവും കഴിഞ്ഞിട്ട് 2.5% ഉണ്ടോ, 590 ഗ്രാമിന് വെള്ളിന്റെ അത്രയും സ്വത്തുണ്ടോ, എന്നാ പിന്നെ സക്കാത്ത് കൊടുക്കണം എന്ന് പറയണ പോലെ ആ ബലിപെരുന്നാളിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്ത് മെഡിക്കൽ രംഗവും അതുപോലെ തന്നെ മക്കളുടെ വിദ്യാഭ്യാസം, സ്കൂളൊക്കെ അതുകൊണ്ട് ഒരുപാട് ചിലവുണ്ടാവും. ശരി, അതൊക്കെ കഴിഞ്ഞിട്ടും ഒരു 6500 റുപ്യ, ഒരു 7000, ഒരു 8000, ആ 8000 ഉളുഹിയത്തിന് ഒരു ഷെയർ ചേർന്നാൽ എനിക്ക് വലിയൊരു ക്ഷീണം പറ്റൂല എന്നുണ്ടോ? എങ്കിലും ബലികർമ്മം നിർവഹിക്കണം. അത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ മനഃപൂർവ്വം അതിൽ നിന്ന് ഒരാൾ വിട്ടുമാറുന്നാൽ പിന്നെ സ്വലാത്ത് പെരുന്നാൾ നിസ്കാരത്തിന് ഈദിന് വേണ്ടിയിട്ട് മുസല്ലയിലേക്കോ വരണ്ടാണ്. അതുകൊണ്ട് ചേരാൻ കഴിയുന്ന ആൾ, ഇപ്പോൾ നമ്മുടെ പള്ളിയിൽ അതിന് സംവിധാനങ്ങളുണ്ട്. നമ്മുടെ പള്ളിയിൽ അതുമായി ബന്ധപ്പെട്ട പള്ളി കമ്മിറ്റി ഭാരവാഹികളുമായിട്ട് ഇനി ഇവിടെ അല്ലാത്ത പുറം നാട്ടിലുള്ള ആളുകളുണ്ടെങ്കിൽ അവരുടെ നാടുകളിൽ, അവരുടെ മഹല്ലുകളിൽ അതിൻ്റെ സംവിധാനങ്ങളുണ്ട്. ചേരാൻ കഴിയുന്നവർ മുഴുവൻ ചേരണം. ഇനി അങ്ങനെ ഉലൂഹിയത്ത് കർമ്മത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു നിബന്ധന, ഇദാ റഅയ്തും ഹിലാല ദിൽഹിജ്ജ വഅറാദ അഹദുക്കും അൻ യുളഹിയ, ദുൽഹിജ്ജ മാസത്തിന്റെ പിറവി കണ്ടാൽ ഉലൂഹിയത്തിൽ പങ്കുചേരാൻ ആഗ്രഹിച്ച ആളുകളുണ്ടെങ്കിൽ, നിയ്യത്ത് വെച്ചവരുണ്ടെങ്കിൽ, അതിൽ ചേർന്നവരുണ്ടെങ്കിൽ, ഫൽയുംസിക അൻ ശഹരിഹി വഅൽഫാരിഹി, അവന്റെ ശരീരത്തിൽ നിന്ന് നഖമോ രോമങ്ങളോ ഒന്നും നീക്കം ചെയ്യാൻ പാടില്ല. ആ ബലികർമ്മം നിർവഹിച്ച് കഴിയുന്നത് വരെ അത് ഷെയർ ചേർന്നവരും ചെയ്യാൻ പാടില്ല. നമ്മൾ ഷെയർ കൂടി 5, 6, 7 ആളുകൾ വരെ ഷെയർ കൂടി, അപ്പൊ അതിൽ ഒരാളാണല്ലോ അറുക്കുക. ആ അറുക്കുന്നവൻ മാത്രം തലയുടെ മുടിയോ അല്ലെങ്കിൽ മീശാരോമങ്ങളോ അല്ലെങ്കിൽ കക്ഷത്തിലെയും ഗുഹ്യഭാഗത്തെയും രോമങ്ങൾ വടിക്കാതിരുന്നാൽ മതിയോ? അല്ല, അതിന് ഷെയർ കൊടുത്ത ആരും അത് ചെയ്യരുത്. അതൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം മാത്രം. ദുൽഹിജ്ജ മാസത്തിന്റെ പിറവി ഇന്ന്, ഇൻഷാ അല്ലാഹ്, പിന്നെ നാളെ ദുൽഹിജ്ജ 1. ഇന്ന് ചെയ്യാനുള്ള അവസാനത്തെ സമയമാണ്. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പായിട്ട് അതിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, നെയ്യത്ത് വെച്ചവർ, അതിന് സാമ്പത്തികമായിട്ട് ആ ഉലുഹിയത്തിന് വിഹിതം കൊടുത്തവരുണ്ടെങ്കിൽ അവർക്ക് ഇന്ന് വൈകുന്നേരത്തോടു കൂടി അത് ചെയ്യാനുള്ള സമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ രോമങ്ങളോ അതല്ലെങ്കിൽ നഖങ്ങളോ ഒന്നും തന്നെ ശരീരത്തിൽ നീക്കം ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാണ്. അതുകൊണ്ട് ആ നിലയ്ക്ക് സാമ്പത്തികമായിട്ട് കഴിയുന്ന ആളുകൾ ഉലുഹിയത്തിൽ പങ്കുചേരുകയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് മര്യാദകൾ ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ചത്തെ ഖുതുബയിൽ അതൊക്കെ സൂചിപ്പിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് ഏവർക്കും പുറത്തു നൽകി